ഹായ് ഓൾ, നിഷ അക്കാഡമിയിലെ യൂട്യൂബ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അപർണ. നമുക്ക് RRB JEE നോട്ടിഫിക്കേഷൻ ഉടനെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒന്നാണ്. RRB JEE എക്സാം 2 സ്റ്റേജസ് ആയിട്ടാണ് വരുന്നത്. സ്റ്റേജ് 1, സ്റ്റേജ് 2. സ്റ്റേജ് 2ലാണ് ടെക്നിക്കൽ സൈഡ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഡിപ്ലോമ ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ബേസ് മുതലേ സ്റ്റാർട്ട് ചെയ്യണം. സോ ഈ ടൈമിൽ കറക്റ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലേ സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2 ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ RRB JEEക്ക് വേണ്ടി ഒരു സീരീസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ സബ്ജക്ട്സും എങ്ങനെ പഠിക്കാമെന്ന്, എങ്ങനെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പഠിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇറിഗേഷൻ എന്ന സബ്ജക്റ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് ഇറിഗേഷൻ? ഫീൽഡിലേക്ക് ക്രോപ്സിന് ആവശ്യമുള്ള വാട്ടർ എത്തിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇറിഗേഷൻ. സോ എവിടെ നിന്നാണ് ഈ വാട്ടർ എത്തിക്കുന്നത്? റിവറിൽ നിന്ന് കനാൽസിലേക്ക് വാട്ടർ എത്തിച്ചിട്ട് ആ കനാലിൽ നിന്നാണ് ഫൈനലി ഫീൽഡിലേക്ക് വാട്ടർ എത്തിക്കുന്നത്. സോ ഈ ഒരു ടെക്നിക്കാണ് ഇറിഗേഷൻ എന്ന സബ്ജക്റ്റിൽ കംപ്ലീറ്റ്ലി വരുന്നത്. ഇറിഗേഷൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് റിവേഴ്സിൽ നിന്നാണ്. റിവറാണ് വാട്ടറിൻ്റെ സോഴ്സസ്. സോ അവിടെ നിന്നാണ് ഫൈനലി ഫീൽഡിലേക്ക് ക്രോപ്സിന് ആവശ്യമുള്ള വാട്ടർ എത്തിക്കുക. സോ ആർട്ടിഫിഷ്യലി ക്രോപ്സിന് ആവശ്യമുള്ള വാട്ടർ എത്തിക്കുന്ന ടെക്നിക്കാണ് ഇറിഗേഷൻ. സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞു സോഴ്സ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ റിവറാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റിവറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റിവർ എഞ്ചിനീയറിങ്ങിനെ പറ്റിയാണ് നോക്കുന്നത്. റിവറിൻ്റെ സ്റ്റേജസ് തൊട്ട് അത് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, അതിൻ്റെ പാത്ത്, ആ ഡയറക്ഷൻ എങ്ങനെയാണ് പോകുന്നത്, അതാണ് റിവർ എഞ്ചിനീയറിങ്ങിൽ വരുന്ന ടോപ്പിക്സ്. സോ റിവർ എഞ്ചിനീയറിങ്ങിൽ നമുക്ക് സ്റ്റേജസും പഠിക്കാനുണ്ട്. മിയാൻഡറിങ് ഓഫ് റിവർ, അത് റിവറിൻ്റെ സ്റ്റേജ്, ആ ഒരു പാത്ത് മാറുന്ന ടെക്നിക്കാണ് മിയാൻഡറിങ് എന്നുള്ളത്. ഇത് 2 ടോപ്പിക്സാണ് റിവർ എഞ്ചിനീയറിങ്ങിൽ വരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യാം, റിവർ സ്റ്റേജസ് എന്താണെന്ന് നോക്കാം. റിവറിൻ്റെ 4 സ്റ്റേജസ് ആണ് ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. റിവർ സ്റ്റാർട്ടിങ് മുതൽ ഫൈനലി ഓഷ്യൻസിൽ ചെന്നെത്തും. ആ ഒരു സ്റ്റേജസ് ആണ് ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. സോ ഒന്ന് ആലോചിച്ച് നോക്കി, റിവറിൻ്റെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ്? നമ്മൾ ഹിമാലയൻ റിവേഴ്സൊക്കെ പറയുമ്പോൾ സ്റ്റാർട്ടിങ് മൗണ്ടെയ്ൻസിൽ നിന്നാണ് വരുന്നത്. സോ അതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റേജ് റോക്കി ഓർ മൗണ്ടേനിയസ് സ്റ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് ബൗൾഡർ സ്റ്റേജ്, തേർഡ് സ്റ്റേജ് ട്രഫ് ഓർ അലൂവിയൽ സ്റ്റേജ് ആൻഡ് ഫോർത്ത് വൺ ആൻഡ് ഫൈനൽ സ്റ്റേജ് ഡെൽറ്റൈക് സ്റ്റേജ്. ഈ സ്റ്റേജാണ് ഓഷ്യൻസിൽ എത്തുന്നതിന് മുന്നേ ഉള്ള സ്റ്റേജ്. സോ ഇതാണ് റിവേഴ്സിൻ്റെ 4 സ്റ്റേജസ്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, റോക്കി ഓർ മൗണ്ടേനിയസ് സ്റ്റേജ്. എന്താണ് റോക്കി സ്റ്റേജ്? ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഹിമാലയൻ റിവേഴ്സൊക്കെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ആ മൗണ്ടെയിൻ സൈഡിൽ നിന്നാണ് റിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ചുറ്റുമുള്ള പ്രദേശം റോക്സ് ആയിരിക്കും. സോ ഇത് ഒരു റിവറിൻ്റെ ഫീച്ചേഴ്സാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ടിങ് നോക്കാം. ഫസ്റ്റ് ഇതാണ് ഒരു സോഴ്സ്. ഇപ്പോൾ ഹിൽ സൈഡ് ആണെങ്കിൽ സോഴ്സ് ആയിട്ട് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് റോക്കി ഓർ മൗണ്ടേനിയസ് സ്റ്റേജ്. ഈ റിവറിൻ്റെ ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ റോക്കി ഓർ മൗണ്ടേനിയസ് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ക്രോസ് സെക്ഷനിൽ വരുന്നത് എല്ലാം റോക്സ് ആയിരിക്കും. മൗണ്ടെയിൻ അറിയില്ല, ആ മൗണ്ടെയിൻ പോലും ആ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് റോക്കി ഓർ മൗണ്ടേനിയസ് സ്റ്റേജ്. അതാണ് പ്രത്യേകത. റിവറിൻ്റെ ഫസ്റ്റ് ലെങ്ത് ആണ് റോക്കി ഓർ മൗണ്ടേനിയസ് സ്റ്റേജ് എന്ന് പറയുന്നത്. റിവർ സ്റ്റാർട്ടിങ്, ആ സോഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേജാണ് റോക്കി ഓർ മൗണ്ടേനിയസ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് ബൗൾഡർ സ്റ്റേജ്, അതാണ് നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ് റോക്കി സ്റ്റേജിൽ നിന്ന് നെക്സ്റ്റ് ബൗൾഡർ സ്റ്റേജിലേക്ക് കടക്കുകയാണ്. അത് മൗണ്ടെയ്ൻസ് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്തൊരു സ്റ്റേജാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ, ആ റിവറിൻ്റെ സൈഡിലേക്ക് വരുന്നത് കുഞ്ഞു ബൗൾഡേഴ്സ് ആയിരിക്കും വരിക. അതായത് ഉരുളൻ കല്ലൊക്കെയാണ് വരുന്നത്. ഈ ബൗൾഡേഴ്സ് വരുന്ന സ്റ്റേജാണ് ബൗൾഡർ സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജ് റോക്കി ഓർ മൗണ്ടേനിയസ് സ്റ്റേജ് സ്റ്റാർട്ടിങ് ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് ലെങ്ത് ഓഫ് റിവറാണ്. നെക്സ്റ്റ് വരുന്ന സ്റ്റേജാണ് ബൗൾഡർ സ്റ്റേജ്. രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് റോക്കി സ്റ്റേജിൻ്റെ പ്രത്യേകത അവിടെ നല്ല സ്റ്റീപ്നെസ് ആയിരിക്കും. കാരണം മൗണ്ടെയ്ൻസ് അല്ലേ, നല്ല സ്റ്റീപ്പായിട്ടായിരിക്കും വരുന്നത്. റിവറിൻ്റെ ക്രോസ് സെക്ഷൻ നാരോ ആയിരിക്കും ആൻഡ് വാട്ടർ നല്ല സ്പീഡിലായിരിക്കും വരുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റേജിൻ്റെ പ്രത്യേകത, റോക്കി ഓർ മൗണ്ടേനിയസ് സ്റ്റേജിൻ്റെ പ്രത്യേകത. സെക്കൻഡ് സ്റ്റേജ് ബോൾഡർ സ്റ്റേജിലേക്ക് വരുമ്പോൾ അവിടെ സ്പീഡ് കുറയുന്നു. ആ വെലോസിറ്റി, വാട്ടർ വെലോസിറ്റി കുറയുന്നു. കാരണം ആ ഗ്രൗണ്ട്, ആ ടെറൈൻ്റെ സ്റ്റീപ്നെസ് കുറയുന്നത് കാരണം വാട്ടറിൻ്റെ വെലോസിറ്റി കുറയുന്നു. അതാണ് 2 സ്റ്റേജസിൻ്റെ പ്രത്യേകത. ആൻഡ് ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഒരു ഇറിഗേഷൻ വർക്ക്സും ചെയ്യുന്നില്ല, കാരണം സ്റ്റാർട്ടിങ് അല്ലേ. അപ്പോൾ റിവർ ഭയങ്കര നാരോ ആയിരിക്കും. സെക്കൻഡ് സ്റ്റേജസിൽ വരുമ്പം നമുക്ക് ഡൈവേർട്ട്, വാട്ടർ റിവറിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ടുള്ള വർക്ക്സ് അവിടെ വേണമെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാം. കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാം.
നമുക്ക് ആ രണ്ട് സ്റ്റേജസ് എന്താണെന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് സ്റ്റേജാണ് റോക്കി ഓർ മൗണ്ടൈനിയസ് സ്റ്റേജ്. സോ പറയുന്നത് റിവറിൻ്റെ ക്രോസ് സെക്ഷൻ എന്താ പറഞ്ഞു, റോക്സിൽ നിന്നാണ് റിവറിൻ്റെ ക്രോസ് സെക്ഷൻ വരുന്നത്. ആൻഡ് ആ ചുറ്റുപാടും റോക്സ് ആയിരിക്കും. അതാണ് ക്രോസ് സെക്ഷനിൽ റോക്സ് വരുന്നു എന്ന് പറയുന്നത്. ആൻഡ് ഫസ്റ്റ് ലെങ്ത്, റിവറിൻ്റെ ഫസ്റ്റ് ലെങ്ത് ആണ് റോക്കി സ്റ്റേജിൽ വരുന്നത്. സ്റ്റീപ്പ് സ്ലോപ്പായിരിക്കും, ആ ടറൈൻ നല്ല സ്റ്റീപ്പായിട്ടുള്ളൊരു സ്ലോപ്പായിരിക്കും വരുന്നത്. ക്രോസ് സെക്ഷൻ നല്ല വെലോസിറ്റിയിലായിരിക്കും വാട്ടർ വരുന്നത്. ഇത് ജസ്റ്റ് ഓർത്താൽ മതി. റിവറിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഏതാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ വേണമെങ്കിൽ അതാണ് റോക്കി ഓർ മൗണ്ടൈനിയസ് സ്റ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജാണ് ബൗൾഡർ സ്റ്റേജ്. അപ്പോൾ റോക്കി സ്റ്റേജും ബൗൾഡർ സ്റ്റേജും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ബൗൾഡർ സ്റ്റേജിൻ്റെ പ്രത്യേകത ബെഡ് ആൻഡ് ബാങ്ക്സ്. ബൗൾഡർ സ്റ്റേജിൻ്റെ പ്രത്യേകത ബെഡ് ആൻഡ് ബാങ്ക്സിൽ ബൗൾഡേഴ്സ് ആയിരിക്കും. ബൗൾഡേഴ്സ് മീൻസ് ചെറിയ ഉരുളൻ കല്ലുകളാണ് ബൗൾഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റോക്കി സ്റ്റേജ് കഴിഞ്ഞ് നെക്സ്റ്റ് വരുമ്പോൾ ബൗൾഡേഴ്സ് ആയിരിക്കും സൈഡ്സിൽ വരുന്നത്. റോക്കി സ്റ്റേജിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വാട്ടറിൻ്റെ വെലോസിറ്റി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ആ ടെറൈൻ്റെ സ്റ്റീപ്നെസ് കുറയുന്നത് കൊണ്ട് വെലോസിറ്റി കുറവായിരിക്കും. ആൻഡ് ഇവിടെ ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് വേണമെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാം. കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ വാട്ടർ റിവറിൽ നിന്ന് പതുക്കെ കനാലിലേക്ക് ഡൈവേർട്ട് ചെയ്യാം. അതാണ് സെക്കൻഡ് സ്റ്റേജ്, ബൗൾഡർ സ്റ്റേജ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജ് തമ്മിലുള്ള ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. ആ വെലോസിറ്റിയുടെ ഡിഫറൻസ് ആൻഡ് ടെറൈൻ്റെ ഡിഫറൻസ്, അതാണ് ഡിഫറൻസ് വരുന്നത്. നമുക്ക് തേർഡ് സ്റ്റേജിലേക്ക് പോകാം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സ്റ്റേജ്, ട്രഫ് സ്റ്റേജ്. സോ റിവറിൻ്റെ തേർഡ് സ്റ്റേജാണ് ട്രഫ് ഓർ അലൂവിയൽ സ്റ്റേജ്. ഈ സ്റ്റേജസിലാണ് റിവറിന് ഒത്തിരി മാറ്റം വരുന്നത്. റിവറിൻ്റെ പാത്ത് മാറാൻ തുടങ്ങുന്ന ഒരു എസ് ഷേപ്പ് കർവിലേക്ക് മാറുന്ന സ്റ്റേജാണ് ട്രഫ് ഓർ അലൂവിയൽ സ്റ്റേജ്. ഈ ഫിഗറിൽ നോക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഇതാണ്, റോക്കി സ്റ്റേജ്. നെക്സ്റ്റ് ബൗൾഡർ സ്റ്റേജിലേക്ക് വരും. അത് രണ്ടും ഈ ഒരു ലെവലിൽ തന്നെ വരുന്നതാണ്. നെക്സ്റ്റ് പതിയെ വരുമ്പോൾ ഈ ഒരു സ്റ്റേജാണ് അലൂവിയൽ ഓർ ട്രഫ് സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിവറിൻ്റെ പാത്ത് സ്ട്രെയിറ്റ് പാത്തിൽ നിന്ന് ചെറിയ കർവ് ചെയ്ത് ബെൻഡിലേക്ക് വരുന്ന സ്റ്റേജാണ് ട്രഫ് ഓർ അലൂവിയൽ സ്റ്റേജ്. ആൻഡ് റിവർ ഏറ്റവും ലെങ്ത് കൂടി ഒഴുകുന്ന സ്റ്റേജും ട്രഫ് സ്റ്റേജാണ്. സോ ഈ രണ്ട് പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. റിവറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ട്രഫ് സ്റ്റേജാണ്. കാരണം ഇവിടെയാണ് റിവറിന് ഒരുപാട് ചേഞ്ചസ് വരുന്നത്. പാത്തായാലും സ്ട്രെയിറ്റ് സ്റ്റേജിൽ നിന്ന് പതിയെ കർവ് ചെയ്ത് വരുന്നുണ്ട്. അതാണ് ഈ സ്റ്റേജിൻ്റെ പ്രത്യേകത. നമുക്കത് എൻ്റെ പോയിൻറ്റ്സ് നോക്കാം. ട്രഫ് ഓർ അലൂവിയൽ സ്റ്റേജ്, ആ ഓർ നെയിംസ് ഓർത്തിരിക്കുക. ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരു നെയിം ആയിരിക്കും ഉണ്ടാവുന്നത്. അലൂവിയൽ ഡെപ്പോസിറ്റ്സ് ആയിരിക്കും റിവറിൻ്റെ സൈഡ്സിൽ വരുന്നത്. അലൂവിയൽ ഡെപ്പോസിറ്റ് മീൻസ് നല്ല ഫെർട്ടൈൽ സോയിലായിരിക്കും. അവിടെ ഇറിഗേഷൻ ചെയ്യുന്നത് കാരണം അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കൂടും. കാരണം അലൂവിയൽ സോയിൽ നല്ല ഫെർട്ടൈൽ സോയിലാണ്. ആൻഡ് സെക്കൻഡ് ലെങ്ത്, റിവറിൻ്റെ ഏറ്റവും ലെങ്ത് കൂടിയ സ്റ്റേജാണ്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. റിവർ ഈ 4 സ്റ്റേജസ് കമ്പയർ ചെയ്യുമ്പോൾ റിവറിന് ഏറ്റവും ലെങ്ത് കൂടിയ സ്റ്റേജാണ് അലൂവിയൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞു ഇവിടെ റിവറിന് കുറേ ചേഞ്ചസ് വരുന്നുണ്ട്. അതിൻ്റെ പാത്ത് സ്ട്രെയിറ്റിൽ നിന്ന് കർവ് ചെയ്ത് വരുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് മിയാൻഡറിങ് എന്ന് പറയുന്നത്, മിയാൻഡറിങ് ഓഫ് റിവേഴ്സ്. നമുക്ക് നെക്സ്റ്റ് മിയാൻഡറിങ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം ഓർത്തിരിക്കുക, മിയാൻഡറിങ് എന്നൊരു സ്റ്റേജ്, റിവറിൻ്റെ ആ ഒരു ചേഞ്ച് വരുന്നത് അലൂവിയൽ സ്റ്റേജിലാണ് മിയാൻഡറിങ് നടക്കുന്നത്. അപ്പോൾ അത് നടക്കാതിരിക്കാൻ വേണ്ടി, അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് വർക്ക്സ് ഒക്കെ ചെയ്യാം. അതാണ് റിവർ ട്രെയിനിങ് വർക്ക്സ്. സോ ഈ 2 പോയിൻറ്റ്സ് ഓർത്തിരിക്കുക. റിവറിൻ്റെ മിയാൻഡറിങ് നടക്കുന്നതും റിവർ ട്രെയിനിങ് വർക്ക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നതും അലൂവിയൽ സ്റ്റേജിലാണെന്നുള്ള പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദീസ് 2 പോയിൻറ്റ്സ്, മിയാൻഡറിങ്, റിവർ ട്രെയിനിങ് വർക്ക്സ്, ഇത് രണ്ടും റിലേറ്റ് ചെയ്യുന്നത് അലൂവിയൽ ഓർ ട്രഫ് സ്റ്റേജിലാണ്. ആൻഡ് നെക്സ്റ്റ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്റ്റേജ് അലൂവിയൽ സ്റ്റേജാണ്. എന്താണ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ്? വാട്ടർ റിവറിൽ നിന്ന് ഒരു സ്ട്രക്ചറിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ഹെഡിൽ കൊടുക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ്. സോ ഈ അലൂവിയൽ സ്റ്റേജിലാണ് ഏറ്റവും ലെങ്ത് കൂടിയത്. ആ ഒരു സ്റ്റേജിലായിരിക്കും റിവർ നന്നായി ഫ്ലോ ചെയ്യുന്നത്. ആ ഒരു സൈഡിലേക്ക് നമുക്ക് കനാൽസ് എടുക്കാൻ പറ്റും. സോ ആ ഒരു പോർഷൻ അലൂവിയൽ സ്റ്റേജിലാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതും ഒരു എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡൈവേർഷൻ ഹെഡ് വർക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജ്, ബെസ്റ്റ് സ്റ്റേജ് അലൂവിയൽ സ്റ്റേജ് ആണ്. ആൻഡ് സെക്കൻഡ് സ്റ്റേജ് ബോൾഡർ സ്റ്റേജ് പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞതാണ്, അവിടെയും ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് കൺസ്ട്രക്ട് ചെയ്യാം കണ്ടീഷൻ സ്യൂട്ടബിൾ ആണെങ്കിൽ. ബട്ട് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന സ്റ്റേജാണ് അലൂവിയൽ സ്റ്റേജ്. സോ ഈ 3 സ്റ്റേജസ് കഴിഞ്ഞു. 4th സ്റ്റേജാണ് ഡെൽറ്റൈക് സ്റ്റേജ്. അതായത് റിവർ ഫൈനലി ഓഷ്യനിൽ മീറ്റ് ചെയ്യുന്ന സ്റ്റേജാണ് ഡെൽറ്റൈക് സ്റ്റേജ്. ഈ ഒരു ഫിഗറിൽ നോക്കുമ്പോൾ
അലൂവിയൽ സ്റ്റേജ് പറഞ്ഞു, ട്രഫ് ഓർ അലൂവിയൽ സ്റ്റേജ്. ഈ ബെൻഡായിട്ട് വരുന്നതാണ് ട്രഫ് ഓർ അലൂവിയൽ സ്റ്റേജ്. നെക്സ്റ്റ് ഫൈനലി ഓഷ്യൻസിൽ മീറ്റ് ചെയ്യുന്ന ഈ ഒരു സ്റ്റേജ് ഉണ്ട്. അതായത് ഒരു ഡെൽറ്റ ഫോം ചെയ്യും, ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ ഒരു ഡെൽറ്റ ഫോം ചെയ്യുന്ന ആ ഒരു സ്റ്റേജാണ് ഡെൽറ്റായിക് സ്റ്റേജ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, റിവർ മിയാൻഡറിങ് നടക്കുന്നു അലൂവിയൽ സ്റ്റേജ്, അതിനെ കമ്പയർ ചെയ്യുമ്പോഴും വീണ്ടും ഡയറക്ഷൻ ഒത്തിരി ചേഞ്ച് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഡെൽറ്റായിക് സ്റ്റേജ്. ഓഷ്യൻസിൽ റീച്ച് ചെയ്യുന്നതിന് മുന്നേ ഉള്ള സ്റ്റേജ്. ഈ സ്റ്റേജിൻ്റെ പ്രത്യേകത, ഇവിടെ ഇറിഗേഷൻ വർക്ക്സ് ഒന്നും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം തീരെ നാരോ ആയിരിക്കും, റിവേഴ്സ് പല ബ്രാഞ്ചസ് ആയിട്ട് ഒരുങ്ങുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും. സോ ഇവിടെ റിവർ ട്രെയിനിങ് വർക്ക്സും ഒന്നും കൺസ്ട്രക്ട് ചെയ്യുന്നില്ല, ഒരു ഇറിഗേഷൻ വർക്ക്സും ചെയ്യുന്നില്ല. അതാണ് ഡെൽറ്റായിക് സ്റ്റേജിൻ്റെ പ്രത്യേകത. സോ ഇറിഗേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടൊരു സ്റ്റേജ് തേർഡ് സ്റ്റേജാണ്, അലൂവിയൽ സ്റ്റേജ്. അവിടെയാണ് നമുക്ക് ഇറിഗേഷൻ വർക്ക്സിന് വേണ്ടിയുള്ള ഡൈവേർഷൻ നെറ്റ് വർക്ക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റേജ് ഡെൽറ്റായിക് സ്റ്റേജ്. ഫൈനലി പറഞ്ഞ കാര്യം, ഡയറക്ഷൻ ഒത്തിരി ചേഞ്ച് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഡെൽറ്റായിക് സ്റ്റേജ് എന്നുള്ളത്. ആൻഡ് റിവർ ലെങ്ത് എങ്ങനെയൊക്കെ ഒത്തിരി ചെറിയ റിവർ ലെങ്ത് ആയിരിക്കും ഡെൽറ്റായിക് സ്റ്റേജിൽ വരുന്നത്. ഇറിഗേഷൻ വർക്ക്സ് ഒന്നും കൺസ്ട്രക്ട് ചെയ്യാത്തൊരു സ്റ്റേജാണ് ഡെൽറ്റായിക് സ്റ്റേജ്. വെലോസിറ്റി ഒത്തിരി കുറവായിരിക്കും, കാരണം വാട്ടർ ഫൈനലി ഓഷ്യൻസിൽ ചെന്നെത്തുവാണ്. വെലോസിറ്റി വെരി സ്ലോ ആയിരിക്കും. ആൻഡ് അതുകൊണ്ട് തന്നെ വെലോസിറ്റി കുറയുന്നത് കൊണ്ട് കാരണം സെഡിമെൻറ്റ്സ് ഈ റിവറിലുണ്ടെങ്കിൽ അതെല്ലാം വെലോസിറ്റി കുറയുമ്പോൾ പതിയെ അതിൻ്റെ ബെഡ്സിലും സൈഡ്സിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു പ്രോസസ്സിനെയാണ് സിൽട്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെഡിമെൻറ്റ്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് സിൽട്ടിങ്. സോ ഈ ഒരു സ്റ്റേജിൽ, ഡെൽറ്റായിക് സ്റ്റേജിൽ സിൽട്ടിങ് ഹൈ ആയിരിക്കും. ആ 2 പോയിൻറ്റ്സ് ഓർക്കുക. വെലോസിറ്റി കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ സിൽട്ടിങ് നടക്കും. ആ ഒരു ടെക്നിക്ക് അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. റിവറിൻ്റെ വെലോസിറ്റി കുറയും തോറും സിൽട്ടിങ് നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിലുള്ള റിവർ വാട്ടറിൽ ക്യാരി ചെയ്യുന്ന സെഡിമെൻറ്റ്സ് പതിയെ സൈഡ്സിലും ബാങ്ക്സിലും ഡെപ്പോസിറ്റ് ചെയ്യും. ഇതാണ് ഫൈനലി നമുക്ക് പഠിക്കാനുള്ള 4 സ്റ്റേജസ്. സ്റ്റേജസ് ഓഫ് റിവറിൽ 4 എണ്ണം പറഞ്ഞു. ഫസ്റ്റ് സ്റ്റേജ് റോക്കി ഓർ മൗണ്ടേനിയസ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ബോൾഡർ സ്റ്റേജ്, തേർഡ് അലൂവിയൽ സ്റ്റേജ് ആൻഡ് ഫൈനലി ഡെൽറ്റായിക് സ്റ്റേജ്. ഇതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്ക് അലൂവിയൽ സ്റ്റേജിൽ നിന്നാണ്. ഇനി നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് പോവാം. മിയാൻഡറിങ്. മിയാൻഡറിങ് ഏത് സ്റ്റേജിലാണ് നടക്കുന്നത്? തേർഡ് സ്റ്റേജ് അലൂവിയൽ സ്റ്റേജസിലാണ് മിയാൻഡറിങ് നടക്കുന്നത്. സോ ആ ടെക്നിക്ക് എന്താണെന്ന് നോക്കണ്ടേ? മിയാൻഡറിങ് എന്നുള്ളൊരു ടെക്നിക്ക് എന്താണെന്നുള്ളത് നോക്കാം. സോ നെക്സ്റ്റ് ടോപ്പിക്കാണ് റിവർ മിയാൻഡറിങ്. എന്താണ് മിയാൻഡറിങ്? ഈ ഫിഗറിൽ കാണുന്നത് പോലെ നമ്മൾ നേരത്തെ സ്റ്റേജസ് ഓഫ് റിവറിൽ കണ്ടത് തന്നെയാണ്. ഇത് മിയാൻഡറിങ് എന്നുള്ളൊരു സ്റ്റേജ് മാത്രം എടുത്ത് കാണിച്ചേക്കുന്നതാണ്. ഇവിടെ റിവർ സ്ട്രെയിറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നതിന് പകരം പല കർവ്സ് ആയിട്ട് ഫോളോ ചെയ്യുവാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് മിയാൻഡറിങ് എന്ന് പറഞ്ഞാൽ. സ്ട്രെയിറ്റ് റിവർ പതിയെ അതിൻ്റെ പാത്ത് മാറി കർവായിട്ട് അല്ലെങ്കിൽ ബെൻഡായിട്ട് മാറുന്ന ഒരു പ്രോസസ്സാണ് മിയാൻഡറിങ്. ഈ കർവിൻ്റെ പെക്യുലാരിറ്റി ശ്രദ്ധിച്ചോ? ഇത് ഒരു എസ് ഷേപ്ഡ് കർവ്സ് ആയിട്ടാണ് വരുന്നത്. സോ ക്വസ്റ്റ്യൻസിൽ എസ് ഷേപ്ഡ് ബെൻഡ്സ് ആയിട്ട് ഫോം ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് ചോദിക്കാം. ഇറ്റ് ഈസ് മിയാൻഡറിങ്. സോ ഇവിടെ പാത്ത്, റിവറിൻ്റെ പാത്ത് സ്ട്രെയിറ്റിൽ നിന്ന് കർവ് ഓർ ബെൻഡായിട്ട് മാറുന്നുണ്ട്. ഇത് ഡയറക്റ്റായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മിയാൻഡറിങ് എന്താണെന്നുള്ള ആ ഒരു ടെക്നിക്ക് എന്താണെന്നുള്ളത്. സോ കോൺസിക്യൂട്ടീവ് കർവ്സ്. കോൺസിക്യൂട്ടീവ് കർവ്സ് മീൻസ് അടുത്തടുത്ത് വരുന്ന കർവ്സ് ആണ്. ആൻഡ് അതിൻ്റെ ഷേപ്പ് എന്താണ്? എസ് ഷേപ്ഡ് കർവ്സ് ആണ് മിയാൻഡറിങ്ങിൽ വരുന്നത്. കണക്റ്റഡ് വിത്ത് ഷോർട്ട് സ്ട്രെയിറ്റ് സ്ട്രെച്ചസ്. ആൻഡ് ഈ കർവ്സ് കോൺസിക്യൂട്ടീവ് കർവ്സ് മീൻസ് അടുത്തടുത്ത് വരുന്ന കർവ്സ്. എങ്ങനെയുള്ള കർവ്സ് ആണ്? റിവേഴ്സ് ഓർഡർ. ഫസ്റ്റ് ഒരു കർവ് ടോപ്പിലേക്കാണ് വരുന്നതെങ്കിൽ നെക്സ്റ്റ് ഒരു കർവ് ബോട്ടമിലേക്കാണ് വരുന്നത്. അങ്ങനെ റിവേഴ്സ് ഓർഡറിലുള്ള കർവ്സ് ചേരുന്നതാണ് മിയാൻഡറിങ്. എസ് ഷേപ്ഡ് കർവ് ഫൈനലി ഫോം ചെയ്യും. ആൻഡ് ഈ റിവേഴ്സ് ഓർഡറിലെ കർവ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇടയ്ക്കൊരു സ്ട്രെയിറ്റ് പോർഷൻസ് ഉണ്ട്. ഇതുപോലെ ഈ ഒരു കർവിനെയും ബോട്ടമിലേക്ക് വരുന്ന കർവിനെയും ജോയിൻ ചെയ്യാൻ വേണ്ടി ഇടയ്ക്കൊരു സ്ട്രെയിറ്റ് പോർഷൻ ഉണ്ട്. ആ ഒരു സ്ട്രെയിറ്റ് പോർഷനെയാണ് ക്രോസ് ഓവേഴ്സ് എന്ന് പറയാം. ക്രോസിങ്സ് എന്നും ക്രോസ് ഓവേഴ്സ് എന്നും പറയാം. ഈ മിയാൻഡറിങ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിൽ വെച്ച് കുറച്ച് ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊരു ടേമാണ് ക്രോസിങ്സ് ഓർ ക്രോസ് ഓവർ. 2 കോൺസിക്യൂട്ടീവ് കർവ്സിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഒരു സ്ട്രെയിറ്റ് സ്ട്രെച്ചിനെയാണ് ക്രോസിങ്സ് എന്ന് പറയുക. ആ മിയാൻഡറിങ് ടെക്നിക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ? റിവേഴ്സ് ഓർഡറിൽ വരുന്ന കർവ്സാണ് ഫൈനലി ഒരു എസ് ഷേപ്പ് ഫോം ചെയ്യും. ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ടേംസ് എന്താണെന്ന് നോക്കാം. ആദ്യം മിയാൻഡറിങ് എന്തുകൊണ്ടാണ് നടക്കുന്നത്?
മിയാൻഡറിങ് എന്താണ് പ്രോസസ്സ് എന്ന് പറഞ്ഞു. എസ് ഷേപ്ഡ് കർവ്സ് ഫോം ചെയ്യുന്നു. സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഒരു റിവർ ഫൈനലി എന്തുകൊണ്ടാണ് ഒരു എസ് ഷേപ്ഡ് കർവിലേക്ക് മാറുന്നത്? അതാണ് നമുക്ക് കോസസിൽ പഠിക്കാനുള്ളത്. ഫ്ലഡ് വരുന്ന ടൈമിന് ഒത്തിരി വാട്ടർ വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ സെഡിമെൻറ്റ് ഡെപ്പോസിറ്റ്സ്, കുഞ്ഞ് സോയിൽ പാർട്ടിക്കിൾസ് ഈ വാട്ടർ ക്യാരി ചെയ്യും. ഫ്ലഡ് ആയതുകൊണ്ട് തന്നെ നല്ല വെലോസിറ്റിയിലായിരിക്കും വാട്ടർ വരുന്നത്. ആൻഡ് ഈ സെഡിമെൻറ്റ് പാർട്ടിക്കിൾസ് പതിയെ സൈഡ്സിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് എസ് ഷേപ്ഡ് കർവ്സ് ഫോം ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ എങ്ങനെ മിയാൻഡറിങ് നടക്കുന്നു എന്ന് പറയാം. സ്ട്രെയിറ്റ് ആയിട്ട് ഫോളോ ചെയ്ത ഒരു റിവർ പതിയെ ഒരു സൈഡിൽ വാട്ടർ നല്ല ഫ്ലഡ് വാട്ടർ ആയതുകൊണ്ട് തന്നെ നല്ല വെലോസിറ്റിയിലായിരിക്കും വരുന്നത്. അപ്പോൾ വാട്ടറിൻ്റെ വെലോസിറ്റി കാരണം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഫോളോ ചെയ്ത റിവർ പതിയെ സ്ട്രെയിറ്റ് റീച്ചിലാണ് വരുന്നതെങ്കിൽ പതിയെ ആ ഒരു സൈഡ് ഈ ഒരു സൈഡ് ഇറോഡ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ വരുന്നതിന് പകരം ഈ ഒരു സൈഡ് ഇറോഡ് ചെയ്ത് ഈ ഒരു പാത്തിലേക്ക് എത്തും. സോ ഈ ഒരു സ്ട്രെയിറ്റിന് പകരം പതിയെ ഇറോഡ് ചെയ്ത് ആ ഒരു ബാങ്കിൽ ഇറോഷനാണ് നടക്കുന്നത്. ആ ഒരു സൈഡിലുള്ള സോയിലിന് വാട്ടർ എടുക്കും. ആൻഡ് ഈ വാട്ടർ പതുക്കെ വന്നിട്ട് ഈ ഒരു സൈഡിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. ഒരു സൈഡിൽ നിന്ന് ഇറോഷനും വേറൊരു സൈഡിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യാനും തുടങ്ങും. അങ്ങനെയാണ് റിവേഴ്സ് ഓർഡറിലുള്ള കർവ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ റിവേഴ്സ് ഓർഡറിലുള്ള കർവ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സൈഡിൽ ഇറോഷനും നടക്കും, ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നതിന് പകരം പതിയെ ഇവിടെ ഡെപ്പോസിഷൻ കൂടി ആ റിവർ ഈ ഒരു ഡയറക്ഷനിലേക്ക് മാറും. സ്ട്രെയിറ്റ് ആകുന്നതിന് പകരം ഈ ഒരു സൈഡിൽ ഡെപ്പോസിഷൻ കൂടുതലായിരിക്കും. അങ്ങനെ റിവർ പാത്ത് മാറി അടുത്തൊരു കേർവിലേക്ക് മാറും. സോ ഒരു സൈഡിൽ ഇറോഷനും ഒരു സൈഡിൽ ഡെപ്പോസിഷനും നടക്കും. ഈ ഒരു എസ് ഷേപ്പ് കർവ് പെട്ടെന്ന് ഫോം ചെയ്യുന്ന ഒരു കർവല്ല, പതിയെ ആയിരിക്കും ഈ ഒരു ഫോമിലേക്ക് എത്തുന്നത്. ആദ്യം ഇങ്ങനെ പോകുന്ന ചെറിയ ഒരു എസ് ഷേപ്പിലേക്ക് മാറി ഫൈനലി ഈ ഒരു വലിയ ഒരു കർവിലേക്ക് എത്തും. ആൻഡ് ഡെപ്പോസിഷനും അതുപോലെ തന്നെയാണ്. പതിയെ ഡെപ്പോസിറ്റ് ചെയ്താണ് ഈ ഒരു ഫോമിലേക്ക് എത്തുന്നത്. സോ ഇതാണ് മിയാൻഡറിങ്ങിൻ്റെ റിസൾട്ട്. ആദ്യം കുഞ്ഞു കർവിൽ നിന്ന് ഫൈനലി ഒരു റെഗുലർ എസ് ഷേപ്പ് കർവിലേക്ക് മാറുന്നു. അതിൻ്റെ റീസണാണ് ഫ്ലഡ് വാട്ടർ കാരണം അതിനകത്ത് ഒത്തിരി സെഡിമെൻറ്റ്സ് ഉള്ളതാണ് മെയിൻ റീസൺ. ഒരു സൈഡിൽ സെഡിമെൻറ്റ് ഡെപ്പോസിഷനും വേറൊരു സൈഡിൽ ഇറോഷനും നടക്കും. അതാണ് ആ റീസൺസ് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലഡാണ്. ഫ്ലഡിൽ വരുന്ന വാട്ടറിൻ്റെ ടർബുലൻറ്റ് ആക്ഷൻ കാരണമാണ് മിയാൻഡറിങ് എന്നൊരു പ്രോസസ്സ് നടക്കുന്നത്. ഒരു ബാങ്ക് ഇറോഡ് ചെയ്യുകയും വേറൊരു ബാങ്കിലേക്ക് ഡെപ്പോസിഷനുമായിരിക്കും കൂടുതലും നടക്കുന്നത്. അങ്ങനെയാണ് എസ് ഷേപ്പ് കർവ്സ് ഫോം ചെയ്യുന്നത്. സോ കോസസ് ഓഫ് മിയാൻഡറിങ് എന്താണ്? മെയിൻലി ഒക്കേഴ്സ് ഡ്യൂ ടു ഫ്ലഡ്. ആ ഫ്ലഡ് വാട്ടറിൻ്റെ ടർബുലൻറ്റ് ആക്ഷൻ കാരണമാണ് ഒരു സൈഡ് ഇറോഷൻ നെക്സ്റ്റ് സൈഡിലേക്ക് ഡെപ്പോസിഷൻ നടക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒരു ബാങ്ക്, ആ കോൺകേവ് ബാങ്ക് ഇറോഡ് ചെയ്യുന്ന ബാങ്കാണ് കോൺകേവ് ബാങ്ക് ഇറോഡ് ചെയ്തിട്ടേ ഇരിക്കും. ആൻഡ് നെക്സ്റ്റ് ഓപ്പോസിറ്റ് ബാങ്കാണ് കോൺവെക്സ് ബാങ്ക്, അവിടെ ഡെപ്പോസിഷൻ നടക്കും. അങ്ങനെ റിവേഴ്സ് ഓർഡറിലുള്ള കർവ്സ് ഫോം ചെയ്യും. സോ ഇനി മിയാൻഡറിങ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ചധികം ഇമ്പോർട്ടൻറ്റ് ടേംസ് നോക്കാം. ഈ ടേംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ടോപ്പിക്കാണ്. ഫസ്റ്റ് ടേം ആണ് മിയാൻഡർ വിഡ്ത്ത് ഓർ വിഡ്ത്ത് ഓഫ് മിയാൻഡർ ബെൽറ്റ്. സെക്കൻഡ് ടേം മിയാൻഡർ ലെങ്ത്. ഇത് രണ്ടും ചെറിയൊരു ഫിഗറിൽ നിന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് മിയാൻഡർ വിഡ്ത്ത്. ഇത് മിയാൻഡറിങ്ങിൻ്റെ ഒരു ഫിഗറാണ്. നമ്മൾ പറഞ്ഞതുപോലെ റിവേഴ്സ് ഓർഡറിലുള്ള കർവ്സ് ആണ്. ഇതൊരു ഫസ്റ്റ് കർവ്, നെക്സ്റ്റ് സെക്കൻഡ് കർവ്, അടുത്തൊരു കർവാണ്. മിയാൻഡർ വിഡ്ത്ത് മീൻസ് റിവറിൻ്റെ വിഡ്ത്ത് ഓർത്താൽ മതി. റിവർ എങ്ങനെയാണ് ഫ്ലോ ചെയ്തിട്ടിരുന്നത്? ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഫ്ലോ ചെയ്യുമായിരുന്നു. അതായത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഫ്ലോ ചെയ്ത റിവർ പതിയെ കർവ് ചെയ്ത് വന്നു. അപ്പോൾ റിവറിൻ്റെ വിഡ്ത്ത് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? ഈ ഒരു പോർഷനിൽ അല്ലെങ്കിൽ വിഡ്ത്ത് നോക്കുക, ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലാണ് വിഡ്ത്ത് നോക്കുക. അതായത് റിവർ ഇങ്ങനെ ഫ്ലോ ചെയ്യുമെങ്കിൽ ഇത് എലോങ് ദ ഡയറക്ഷൻ, ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനും അതിന് കുറുകെയുള്ള ഡയറക്ഷനാണ് ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ എന്ന് പറയാം. സോ അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ റിവർ ഫ്ലോ ചെയ്യുമ്പോൾ അതിനെ ട്രാൻസ്വേഴ്സ്ലി മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് മിയാൻഡർ വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ ട്രാൻസ്വേഴ്സ്ലി മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്. എങ്ങനെയാണ് ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്? ഒരു കർവിൻ്റെ ടോപ്പ് പോയിന്റ്, ഈ ഒരു കർവിൻ്റെ ടോപ്പ് പോയിന്റ് ഉണ്ട്. കർവിൻ്റെ ടോപ്പ് പോയിന്റ് മുതൽ അപ്പെക്സ് പോയിന്റ് എന്നോ ടോപ്പ് പോയിന്റ് എന്നോ പറയാം. സോ ഈ കർവിൻ്റെ അപ്പെക്സ് പോയിന്റ് മുതൽ അടുത്തൊരു കർവിൻ്റെ അപ്പെക്സ് പോയിന്റ് വരെയുള്ള ട്രാൻസ്വേഴ്സ് ഡിസ്റ്റൻസ് ആണ് മിയാൻഡർ വിഡ്ത്ത്. സോ ഇത് ഫസ്റ്റ് അപ്പെക്സ് പോയിന്റ്, ഇത് നെക്സ്റ്റ് അപ്പെക്സ് പോയിന്റ്. സോ രണ്ട് അടുത്തടുത്ത് വരുന്ന കർവ്സിൻ്റെ അപ്പെക്സ് പോയിന്റ്സ് ഉണ്ട്.
അതിനിടയിലുള്ള ട്രാൻസ്വേഴ്സ് ഡിസ്റ്റൻസ്, അത് കുറുകെ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് മിയാൻഡർ വിഡ്ത്ത്. അതായത് ഈ ഒരു ഡിസ്റ്റൻസ്, ഈ കാണുന്ന ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് മിയാൻഡർ വിഡ്ത്ത് എന്ന് പറയുന്നത്. ട്രാൻസ്വേഴ്സ് കുറുകെ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് മിയാൻഡർ വിഡ്ത്ത്. സോ അപ്പോൾ എന്തായിരിക്കും മിയാൻഡർ ലെങ്ത്? എലോങ് ദ ഡയറക്ഷൻ, റിവർ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ മെഷർ ചെയ്തതായിരിക്കും മിയാൻഡർ ലെങ്ത്. സോ അവിടെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ അടുത്തടുത്ത കർവ്സ് അല്ല എടുക്കുന്നത്. സോ ഫസ്റ്റ് ഈ ഒരു കർവ് എടുക്കുകയാണെങ്കിൽ ഈ കർവിൻ്റെ ടാൻജൻറ്റ് പോയിന്റ് അല്ലെങ്കിൽ അപ്പെക്സ് പോയിന്റ് എന്ന് തന്നെ പറയും. ഈ ഒരു പോയിന്റ് മുതൽ ഇവിടെ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലാണ് മെഷർ ചെയ്യുന്നത്. സോ ഈ ഒരു പോയിന്റ് അപ്പെക്സ് അല്ലെങ്കിൽ ടാൻജൻറ്റ് പോയിന്റ് മുതൽ സെയിം ഓർഡറിൽ വരുന്ന വേറൊരു കർവ് എടുക്കണം. സോ ഇത് ടോപ്പിലേക്ക് വരുന്നത്, അപ്പോൾ അടുത്ത് ഇത് സെയിം ഓർഡർ ആണോ? ഇല്ല, ഇത് റിവേഴ്സ് ഓർഡറിൽ വരുന്ന കർവാണ്. സോ അടുത്തും ടോപ്പിലേക്ക് വരുന്ന ഒരു കർവ് എടുത്തു. സോ ഈ കർവിൻ്റെ ടാൻജൻറ്റ് പോയിന്റും തമ്മിലുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് മിയാൻഡർ ലെങ്ത് എന്ന് പറയുന്നത്. സോ ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് മിയാൻഡർ ലെങ്ത്. സോ ട്രാൻസ്വേഴ്സ് ഡിസ്റ്റൻസ് ഈസ് മിയാൻഡർ വിഡ്ത്ത്, ഹൊറിസോണ്ടൽ ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസ്റ്റൻസ് ഈസ് മിയാൻഡർ ലെങ്ത്. എങ്ങനെയാണ് ട്രാൻസ്വേഴ്സ് ഡിസ്റ്റൻസ് വന്നത്? രണ്ട് അടുത്തടുത്തുള്ള കർവ്സിൻ്റെ അപ്പെക്സ് പോയിന്റ് തമ്മിലുള്ള ട്രാൻസ്വേഴ്സ് ഡിസ്റ്റൻസ് ആയിരുന്നു മിയാൻഡർ വിഡ്ത്ത്. ആൻഡ് മിയാൻഡർ ലെങ്ത്തിൻ്റെ പ്രത്യേകത ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. പക്ഷെ അതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? അത് രണ്ട് സെയിം ഓർഡറിലുള്ള കർവ്സിൻ്റെ വേണം മെഷർ ചെയ്യാൻ. ഒരു ടോപ്പ് ഓർഡർ കർവ് ആണെങ്കിൽ അടുത്ത് ഇതുപോലെ ഒരു ടോപ്പ് ഓർഡർ കർവിൻ്റെ തന്നെ ഡിസ്റ്റൻസ് വേണം മെഷർ ചെയ്യാൻ. നമുക്ക് രണ്ട് ബോട്ടം കർവ്സ് വരുവാണെങ്കിൽ ജസ്റ്റ് ഫിഗർ ചെയ്ത് നോക്കാം. നമ്മൾ ടോപ്പ് പോയിന്റ്സ് പറഞ്ഞു, അതുപോലെ ബോട്ടം കർവ് ആണെങ്കിൽ ഈ ഒരു ബോട്ടം കർവിൻ്റെ ഡിസ്റ്റൻസ് മുതൽ അടുത്ത ബോട്ടം കർവ് എവിടെയാണ് വരുന്നത്? ഈ ഒരു പോയിൻ്റാണ്. സോ ഈ ഒരു ലെങ്തിനെയും നമുക്ക് എന്ത് പറയാം? ഈ ഒരു ലെങ്തിനെയും മിയാൻഡർ ലെങ്ത് എന്ന് പറയാം. ടോപ്പ് ഓർഡർ കർവ്സ് ആണെങ്കിലോ ഇത് രണ്ടും ടോപ്പ് ഓർഡർ കർവ്സ് അല്ലേ? ഈ ഒരു ലെങ്തും മിയാൻഡർ ലെങ്ത് തന്നെയാണ്. രണ്ട് ടോപ്പ് ഓർഡർ കർവ്സിനിടയിലുള്ള ഡിസ്റ്റൻസോ രണ്ട് ബോട്ടം ഓർഡർ കർവ്സിനിടയിലുള്ള ഡിസ്റ്റൻസോ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയോ മിയാൻഡർ ലെങ്ത് എന്ന് പറയാം. സോ ഇതാണ് മിയാൻഡർ ലെങ്ത് ആൻഡ് വിഡ്ത്ത്. ഡെഫിനിഷൻ നമുക്കൊന്നുകൂടെ നോക്കാം. സോ മിയാൻഡർ വിഡ്ത്ത് ഓർ വിഡ്ത്ത് ഓഫ് മിയാൻഡർ ബെൽറ്റ് എന്ന് പറയും. എന്താണത്? ട്രാൻസ്വേഴ്സ് ഡിസ്റ്റൻസ് ആയിരുന്നു ഒരു കർവിൻ്റെ അപ്പെക്സ് പോയിന്റ് മുതൽ അടുത്ത കർവിൻ്റെ അപ്പെക്സ് പോയിന്റിനിടയിലുള്ള ട്രാൻസ്വേഴ്സ് ഡിസ്റ്റൻസിനെയാണ് മിയാൻഡർ വിഡ്ത്ത് എന്ന് പറയുക. ട്രാൻസ്വേഴ്സ് മീൻസ് കുറുകെയുള്ള ഡിസ്റ്റൻസ്. എന്താണ് മിയാൻഡർ ലെങ്ത് എന്നുള്ളത്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആയിരുന്നു. റിവറിന് എലോങ് ആയിട്ട് മെഷർ ചെയ്യുന്ന ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്. ആക്സിയലി ആണ് മെഷർ ചെയ്യുന്നത്, കർവ് ലെങ്ത് അല്ല. നമ്മൾ ജസ്റ്റ് ആക്സിയലി മെഷർ ചെയ്യുവാണ്. ഒരു കർവിൻ്റെ അപ്പെക്സ് പോയിൻ്റോ ടാൻജൻറ്റ് പോയിന്റ് മുതൽ സെയിം ഓർഡറിൽ വരുന്ന അടുത്തൊരു കർവിൻ്റെ അപ്പെക്സ് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് മിയാൻഡർ ലെങ്ത്. സോ ഇത് രണ്ടും മാറിപ്പോയത് ഇത് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആണ്. എന്നാൽ നമുക്ക് ഏത് ഡിസ്റ്റൻസ് ആണെന്നുള്ളത് ഓർക്കുക. ഒന്ന് ട്രാൻസ്വേഴ്സ് ഡിസ്റ്റൻസ്, മിയാൻഡർ വിഡ്ത്ത് മീൻസ് ട്രാൻസ്വേഴ്സ് ഡിസ്റ്റൻസ്, മിയാൻഡർ ലെങ്ത് മീൻസ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. നമുക്ക് നെക്സ്റ്റ് അടുത്ത കുറച്ച് ടേംസ് കൂടെ നോക്കാം. അടുത്തൊരു ടേമാണ് മിയാൻഡർ റേഷ്യോ. റേഷ്യോ ആണ്. എന്ത് തമ്മിലുള്ള റേഷ്യോ ആയിരിക്കും? നമ്മൾ ഇപ്പോൾ പറഞ്ഞ രണ്ട് ടേംസ് തമ്മിലുള്ള റേഷ്യോ ആണ്. മിയാൻഡർ വിഡ്ത്തും മിയാൻഡർ ലെങ്തും തമ്മിലുള്ള റേഷ്യോനെയാണ് മിയാൻഡർ റേഷ്യോ എന്ന് പറയുന്നത്. സോ വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ ആണ് മിയാൻഡർ വിഡ്ത്ത് ടു മിയാൻഡർ ലെങ്ത്. സോ അത് നോട്ട് ചെയ്യുക. ഓപ്ഷൻസിൽ രണ്ട് രീതിയിലും ചോദിക്കാം. സോ മിയാൻഡർ വിഡ്ത്ത് ബൈ മിയാൻഡർ ലെങ്ത് എന്നൊരു റേഷ്യോനെയാണ് മിയാൻഡർ റേഷ്യോ കൊണ്ട് മീൻ ചെയ്യുന്നത്. മിയാൻഡർ വിഡ്ത്ത് നമുക്ക് മിയാൻഡർ റേഷ്യോ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? മിയാൻഡർ വിഡ്ത്ത് ബൈ മിയാൻഡർ ലെങ്ത്. മിയാൻഡർ വിഡ്ത്തിനെ MB വെച്ച് ഡിനോട്ട് ചെയ്യാം, മിയാൻഡർ ലെങ്ത്തിനെ ML വെച്ച് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാം. കറക്റ്റ് ഒരു സെൻറ്റൻസ് അല്ലാണ്ട് ഈ ഒരു ചെറിയ ടേമായിട്ട് ചോദിക്കാം. മിയാൻഡർ വിഡ്ത്ത് ബൈ മിയാൻഡർ ലെങ്ത്, അതാണ് മിയാൻഡർ റേഷ്യോ എന്ന് മീൻ ചെയ്യുന്നത്.
അടുത്തൊരു റേഷ്യോ നോക്കിയാലോ. ഇനി അടുത്തൊരു ടേം നോക്കിയാലോ. അടുത്ത ടേമാണ് ഡിഗ്രി ഓഫ് സിനോയിസിറ്റി ഓർ ഡിഗ്രി ഓഫ് ടോർട്ടോയിസിറ്റി. ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ്, ചില എക്സാംസിന് ചോദിച്ചിട്ടുള്ളൊരു ടേമാണ് ഡിഗ്രി ഓഫ് സിനോയിസിറ്റി ഓർ ഡിഗ്രി ഓഫ് ടോർട്ടോയിസിറ്റി. സോ രണ്ട് നെയിംസ് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് ടോർട്ടോയിസിറ്റി എന്ന് ചോദിച്ചാൽ ഓപ്ഷനിൽ ചിലപ്പോൾ സിനോയിസിറ്റി എന്നും ഉണ്ടാകാം. സോ അത് നോക്കുക, രണ്ടും സെയിം ടേമാണ്. ഡിഗ്രി ഓഫ് സിനോയിസിറ്റി ഓർ ടോർട്ടോയിസിറ്റി എന്ന് പറയുമ്പോൾ സോ ഡിഗ്രി ഓഫ് സിനോയിസിറ്റി നമുക്കൊരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ റേഷ്യോ ഓഫ് കർവ്ഡ് ലെങ്ത് ടു റേഷ്യോ ഓഫ് സ്ട്രെയിറ്റ് എയർ ഡിസ്റ്റൻസ്. അതായത് ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെ ഉണ്ട്. ഇതിൻ്റെ കർവ് ലെങ്ത് ഏതാണ്? ഈ ഒരു പോർഷനാണ് കർവ് ലെങ്ത്. ആ കർവ് ലെങ്ത് ഡിവൈഡഡ് ബൈ ഈ രണ്ട് പോയിന്റിനിടയിലുള്ള സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ കർവ് ലെങ്ത്, സോ കർവ് ലെങ്ത് ഇതാണ് ഫസ്റ്റ് വൺ. കർവ് ലെങ്ത് ഡിവൈഡഡ് ബൈ ദിസ് സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ്, അതാണ് ഡിഗ്രി ഓഫ് ടോർട്ടോയിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ഡിഗ്രി ഓർത്ത് നോക്കിയാൽ കർവ് ലെങ്ത് ബൈ സ്ട്രെയിറ്റ് ലെങ്ത് ആണ്. ഈ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഏതായിരിക്കും വലുത്? കർവ് ലെങ്ത് ആണോ സ്ട്രെയിറ്റ് ലെങ്ത് ആണോ? ഒന്ന് നോക്കിയേ. ഓഫ് കോഴ്സ് ഈ കർവ് ലെങ്ത് ആയിരിക്കത്തില്ലേ, ഈ കർവ് ലെങ്ത് ആണ് വലുത്. അപ്പോൾ നമ്മൾ റേഷ്യോ എങ്ങനെയാണ് പറയുന്നത്? കർവ് ലെങ്ത് ബൈ സോ റേഷ്യോ കർവ് ലെങ്ത് ബൈ സ്ട്രെയിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ ഏതാണ് കൂടുതൽ? കർവ് ലെങ്ത് ആണ് ഗ്രേറ്റർ വരുന്നത്. സോ ഈ ഒരു റേഷ്യോ എങ്ങനെയായിരിക്കും? 1-നെക്കാളും കുറവായിരിക്കുമോ? 1 ആണോ? ഈക്വൽ ടു 1 ആണോ? എങ്ങനെയാണ് വരുന്നത്? കർവ് ലെങ്ത് എപ്പോഴും കൂടുതലായതുകൊണ്ട് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും ഈ ഒരു റേഷ്യോ വരുന്നത്. ഇതെപ്പോഴും ഓർക്കുക, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും വരുന്നത്. ഡിഗ്രി ഓഫ് സിനോയിസിറ്റി എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. റീസൺ വേറൊന്നുമല്ല, കർവ് ലെങ്ത് കൂടുതലാണ്. സ്ട്രെയിറ്റ് ലെങ്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ കർവ് ലെങ്ത് കൂടുതലായത് കൊണ്ടാണ് ഈ ഒരു റേഷ്യോ ഗ്രേറ്റർ ദാൻ 1 വന്നത്. ഓക്കെ അല്ലേ? സോ ഈ ഫോർത്ത് വൺ ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഡിഗ്രി ഓഫ് സിനോയിസിറ്റി, കർവ് ലെങ്ത് ബൈ സ്ട്രെയിറ്റ് ലെങ്ത്. റേഷ്യോ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. ഇനി നെക്സ്റ്റ് ഒരു ടേമിലേക്ക് കിടക്കാം, അതാണ് ക്രോസിംഗ് ഓർ ക്രോസ് ഓവർ. ഇതിൻ്റെ ഫിഗറും നമ്മൾ കണ്ടതായിരുന്നു. രണ്ട് കർവ് ഉണ്ടെങ്കിൽ അതിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു സ്ട്രെയിറ്റ് റീച്ചിനെയാണ് ക്രോസിംഗ് ഓർ ക്രോസ് ഓവർ എന്ന് പറയാം. മിയാൻഡറിങ്ങിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് ക്രോസിംഗ് ഓർ ക്രോസ് ഓവർ എന്താണെന്ന്. ക്രോസിംഗ് ഓർ ക്രോസ് ഓവർ, രണ്ട് കർവ്സ് ഉണ്ട്, അതിനിടയിൽ വരുന്ന ഒരു സ്ട്രെയിറ്റ് റീച്ചിനെയാണ് ക്രോസിംഗ് ഓർ ക്രോസ് ഓവർ എന്ന് പറയുക. സോ അപ്പോൾ അത് നമുക്ക് ഫിഗറിൽ നിന്ന് തന്നെ നോക്കാം. ഇങ്ങനെ കർവ് ഉണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ഓർഡർ കർവ്, ഇത് സെക്കൻഡ് ഓർഡർ കർവ് ആണ്. അപ്പോൾ ഇതിനിടയിലുള്ള ഈ ഒരു സ്ട്രെയിറ്റ് റീച്ചിനെയാണ് ക്രോസിംഗ് എന്നോ ക്രോസ് ഓവർ എന്നോ പറയാം. നമ്മൾ മിയാൻഡറിങ്ങിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ പഠിച്ചൊരു കാര്യമാണ്, രണ്ട് റിവേഴ്സ് ഓർഡർ കർവ്സിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രെയിറ്റ് റീച്ച് വരുന്നുണ്ട്. ആ ഒരു സ്ട്രെയിറ്റ് റീച്ചിനെയാണ് ക്രോസിംഗ് എന്നോ ക്രോസ് ഓവർ എന്നോ പറയാം. ഇത്രയാണ് നമുക്ക് മിയാൻഡറിങ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടേംസ്. എല്ലാ ടേംസും ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ടേംസും ആണ്. ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ടോർട്ടോയിസിറ്റി ഇൻ എ മിയാൻഡറിങ് റിവർ ഈസ്. ടോർട്ടോയിസിറ്റി എന്താണെന്നൊന്ന് ഓർത്ത് നോക്കിയാൽ എന്തായിരുന്നു ടോർട്ടോയിസിറ്റി? ഒരു റേഷ്യോ ആയിരുന്നു. എന്ത് തമ്മിലുള്ള റേഷ്യോ ആണ്? കർവ് ലെങ്ത് ബൈ സ്ട്രെയിറ്റ് ലെങ്ത് റേഷ്യോ ആണ്. കർവ് ലെങ്ത് ബൈ സ്ട്രെയിറ്റ് ലെങ്ത്. ആൻഡ് അത് എങ്ങനെയായിരുന്നു വന്നത്? കർവ് ലെങ്ത് ആണോ സ്ട്രെയിറ്റ് ലെങ്ത് ആണോ കൂടുതൽ? കർവ് ലെങ്ത് ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഈ റേഷ്യോ എങ്ങനെയായിരിക്കും? കർവ് ബൈ സ്ട്രെയിറ്റ്. നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തത് കർവ് ലെങ്ത് ഗ്രേറ്റർ ആയതുകൊണ്ട് എപ്പോഴും ഈ റേഷ്യോ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. സോ ഈ ഓപ്ഷൻ സി ആണ് വരിക, ഗ്രേറ്റർ ദാൻ 1. ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ടോർട്ടോയിസിറ്റി എന്താണെന്നും അറിയാം, ആ ഒരു റേഷ്യോൻ്റെ വാല്യൂ എങ്ങനെയാണ് വരുന്നതെന്നും അറിയാം. ഓക്കെ, അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. മിയാൻഡർ ലെങ്ത് ഫോർ എൻ അലൂവിയൽ റിവർ ഈസ്. എന്താണ് മിയാൻഡർ ലെങ്ത്? നമ്മൾ മിയാൻഡർ ലെങ്ത് എന്താണെന്ന് പറഞ്ഞു. നമുക്കിനി ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. Total channel length along its looped course, total channel length minus direct straight length,
ആക്സിയൽ ലെങ്ത് ഓഫ് 1 meander, ലൂപ്ഡ് ലെങ്ത് ഓഫ് 1 meander. സോ ഞാൻ ഒന്നും കൂടെ ഫിഗർ വരയ്ക്കാം, കാരണം ഈ ഓപ്ഷൻസ് ഇച്ചിരി കൺഫ്യൂസിങ് ആണ്, നമുക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. ഒന്ന്, ഇതൊരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ ഈ ഒരു ക്വസ്റ്റ്യൻ നല്ലതാണ്. എന്തായിരുന്നു മിയാൻഡർ ലെങ്ത്? ഇതൊരു ടോപ്പ് കർവ്, ഇതൊരു ടോപ്പ് കർവ്, അതിനിടയിലുള്ള ഈ ഒരു ടോപ്പ് കർവും ഈ ഒരു ടോപ്പ് കർവ്, രണ്ട് സെയിം ഓർഡർ കർവിനിടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് മിയാൻഡർ ലെങ്ത് എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ടോട്ടൽ ചാനൽ ലെങ്ത് അലോങ് ഇറ്റ്സ് ലൂപ്ഡ് കോഴ്സ്. ലൂപ്ഡ് കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കർവ് ചെയ്ത് വരുന്നതിനെയാണ് ലൂപ്ഡ് കോഴ്സ് എന്ന് പറയാം. അപ്പം ലൂപ്പ് ചെയ്ത് വരുന്ന ടോട്ടൽ ചാനൽ ലെങ്ത്, ടോട്ടൽ റിവർ ലെങ്തിന്, ആ ലൂപ്പിൽ വരുന്ന ടോട്ടൽ റിവർ ലെങ്തിനെയാണ് മിയാൻഡർ ലെങ്ത് എന്ന് പറയുന്നത്. അങ്ങനെയാണോ? നമ്മളിത് ആക്ച്വലി സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് ആണ്, നമ്മൾ ഈ ലൂപ്പ് പറയുന്നില്ല, ഈ ലൂപ്പിൽ വരുന്ന കർവ് ലെങ്ത് ആണ്, ഇത് സ്ട്രെയിറ്റ് ലെങ്ത് ആണ്. സോ ആ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ആ ലൂപ്പ് ലെങ്ത്, സോ ലൂപ്ഡ് കോഴ്സിലുള്ള ചാനൽ ലെങ്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആക്ച്വലി ലൂപ്ഡ് കോഴ്സിന് എലോങ് ആയിട്ടല്ല മെഷർ ചെയ്യുന്നത്, സ്ട്രെയിറ്റ് ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ വരുന്നില്ല. നമ്മൾ ലൂപ്പ് ചെയ്താണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ മിയാൻഡർ ലെങ്ത് മെഷർ ചെയ്യുന്ന ഹൊറിസോണ്ടലി ആണ്. നെക്സ്റ്റ് പറഞ്ഞ ടോട്ടൽ ചാനൽ ലെങ്ത് മൈനസ് ഡയറക്റ്റ് സ്ട്രെയിറ്റ് ലെങ്ത്. അതെന്താ നോക്കാം. ചാനലിൻ്റെ ടോട്ടൽ ലെങ്ത് മൈനസ് ഈ സ്ട്രെയിറ്റ് ലെങ്ത്. ഇപ്പം നമ്മൾ ഈ കർവ് തന്നെ എടുക്കുകയാണെങ്കിൽ ഈ ഇത് തൊട്ട് ഇതുവരെയുള്ള ചാനൽ ലെങ്ത് എടുത്തു, അതിൽ നിന്ന് ഈ രണ്ട് സ്ട്രെയിറ്റ് പോർഷൻ മൈനസ് ചെയ്തു, അപ്പോൾ നമുക്ക് മിയാൻഡർ ലെങ്ത് കിട്ടുമോ? ഇല്ല. ഈ സ്ട്രെയിറ്റ് പോർഷൻസിനെ നമ്മൾ ക്രോസ് ഓവേഴ്സ് എന്നോ ക്രോസിങ്സ് എന്നോ പറയാറുണ്ട്, പക്ഷേ അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഈ ഒരു വാല്യൂ മിയാൻഡർ ലെങ്ത് കിട്ടുന്നില്ല. അപ്പോൾ ആ സ്ട്രെയിറ്റ് ലെങ്ത് മൈനസ് ചെയ്താൽ, ലൂപ്പ് ലെങ്തിൽ നിന്ന് സ്ട്രെയിറ്റ് ലെങ്ത് മൈനസ് ചെയ്താൽ നമുക്കത് കിട്ടുന്നില്ല. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനും വരുന്നില്ല. തേർഡ് ഓപ്ഷൻ, ദ ആക്സിയൽ ലെങ്ത് ഓഫ് 1 meander. ഒരു മിയാൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു കോഴ്സ് തന്നെ വരിക, ഈ ഒരു കർവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേപോലൊരു കർവ് വരിക. അപ്പോൾ ഒരു മിയാൻഡറിനിടയിലുള്ള ആക്സിയൽ ലെങ്ത്, ആക്സിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എലോങ് ദ ആക്സിസ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് എലോങ് ദ ആക്സിസ് മെഷർ ചെയ്യുന്ന രണ്ട് മിയാൻഡേഴ്സ് ഒരു മിയാൻഡറിനിടയിലുള്ളതാണോ നോക്കാം. സോ അപ്പോൾ ആ ഒരു പോയിൻ്റാണ് കറക്റ്റായിട്ട് വരുന്നത്. ആ ഒരു ആക്സിയൽ ലെങ്തിനെ നമുക്ക് എന്താണെന്ന് പറയാം? മിയാൻഡറിങ് ആണെന്ന് പറയാം. അത് മിയാൻഡർ ലെങ്ത് അല്ലേ? സോ ഈ ഒരു ഓപ്ഷൻ കറക്റ്റാണ്. ആക്സിയൽ ലെങ്ത് ഓഫ് 1 meander. ഒരു മിയാൻഡർ മീൻസ് ഒരേ കോഴ്സിൽ വരുന്നത്, ഒരേ കർവ് വരണം. ഇതൊരു ടോപ്പ് കർവ് ആണെങ്കിൽ അടുത്തൊരു ടോപ്പ് കർവ് വരണം. അതിനിടയിലുള്ള ആക്സിയൽ ലെങ്ത്, ആ ഒരു ഹൊറിസോണ്ടൽ ലെങ്തിന് നമുക്ക് എന്ത് പറയാം? മിയാൻഡർ ലെങ്ത് എന്ന് പറയാം. സോ ആ ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരിക. നമുക്ക് ഫൈനൽ ഓപ്ഷനോട് എന്താ നോക്കിയാലോ. ദ ലൂപ്ഡ് ലെങ്ത് ഓഫ് 1 meander. ഒരു മിയാൻഡർ ഏതാണ്? ഇത് തന്നെയാണ് ഒരു മിയാൻഡർ. ആ മിയാൻഡറിലുള്ള ലൂപ്ഡ് ലെങ്ത്, നമ്മൾ ലൂപ്ഡ് ലെങ്ത് വരത്തില്ല എന്ന് പറഞ്ഞു, ലൂപ്ഡ് ലെങ്ത് അല്ല, ആക്സിയൽ ലെങ്തോ ഹൊറിസോണ്ടൽ ലെങ്തോ ആണ് വരുന്നത്. സോ അപ്പോൾ ലൂപ്പ് ലെങ്ത് പറയുന്നില്ല. അപ്പോൾ ലൂപ്ഡ് ലെങ്ത് പറഞ്ഞാൽ ഈ വളഞ്ഞു വരുന്ന ലെങ്താണ് ലൂപ്പ് ലെങ്ത്. ആൻഡ് ദിസ് പറഞ്ഞ ടോട്ടൽ ചാനൽ ലെങ്ത് എന്താണ്? ആ റിവറിൻ്റെ ഫുൾ ലെങ്തിനാണ് ടോട്ടൽ ചാനൽ ലെങ്ത് വരുന്നത്. അപ്പോൾ അതും വരത്തില്ല. സോ അപ്പോൾ ലൂപ്ഡ് ലെങ്ത് എന്തായാലും മിയാൻഡർ ലെങ്തിൻ്റെ ഡെഫിനിഷന് വരുന്നില്ല. സോ ഇത് ആക്സിയൽ ലെങ്ത് എന്നോ ഹൊറിസോണ്ടൽ ലെങ്ത് എന്നോ കാണും. അപ്പോൾ ആ കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തത്. ഇത്രയും ഹയറായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എത്ര ഹയറായിട്ട് ചോദിച്ചാലും കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഏതൊരു സബ്ജക്റ്റ് ആയാലും കൺസെപ്റ്റ് ക്ലിയർ ആയത് പഠിക്കാം. അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ആയാലും ഇതുപോലെ വരുന്ന ക്വസ്റ്റ്യൻസ് ആയാലും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് റിവറിൻ്റെ ഫസ്റ്റ് സ്റ്റേജസിൽ ഇത്രയാണ് പറയാനുള്ളത്. റിവറിൻ്റെ സ്റ്റേജസും റിവർ എങ്ങനെയാണ് പാത്ത് മാറിപ്പോകുന്നത്, ആ ഒരു പ്രോസസ്സ് മിയാൻഡറിങ്ങും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ടേംസും, ആ ഇമ്പോർട്ടൻറ്റ് ടേംസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. മിയാൻഡറിങ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടേംസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ ലിങ്കാണ്. RRB SSC എല്ലാ എക്സാംസിൻ്റെയും ഓൺലൈൻ ക്ലാസ്സസ് വരുന്നുണ്ട്. അത് ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്തേക്കാം. ആൻഡ് നമുക്കൊരു ഓൺലൈൻ ആപ്പ് വരുന്നുണ്ട്, ദിശ ഓൺലൈൻ. അപ്പോൾ ഈ ഒരു ഓൺലൈൻ ആപ്പിൽ നിന്ന് ആവശ്യമുള്ള കോഴ്സസ് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.
ഇൻട്രസ്റ്റ് ഉള്ളവർ ഓൺലൈൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു. ഇന്നത്തെ ആ ഒരു ഫസ്റ്റ് ക്ലാസ്, ഇറിഗേഷൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അടുത്ത പോർഷൻസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ പറയുന്നുണ്ട്. സോ അടുത്ത പോർഷൻസ് സ്റ്റേജസ് ഓഫ് റിവർ കഴിഞ്ഞ് നമ്മളടുത്ത റിവർ ട്രെയിനിങ് വർക്ക്സ് ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കുന്നത്. സോ താങ്ക് യു.